ഏറെ വിവാദങ്ങൾക്കിടയിലാണ് ബഹ്റൈനിൽ വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച മിസ് മലയാളി മത്സരം നടന്നത്. കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ റാമ്പടക്കമുള്ള സജ്ജീകരണങ്ങളോടെയാണ് നിരവധി കലാപരിപാടികളുടെ അകമ്പടിയോടെ മിസ് മലയാളി പട്ടത്തിനു വേണ്ടി മത്സരം അരങ്ങേറിയത്. മലയാള തനിമയും കേരളത്തിന്റെ തനതായ വ്യക്തിത്വ മികവും ഉയർത്തിപ്പിടിക്കുന്ന മത്സരമാണിതെന്നും പതിവ് സൗന്ദര്യ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുമാണ് സംഘാടകരായ വേൾഡ് മലയാളി കൗൺസിലിന്റെ വാദം. കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം വെച്ചുണർത്തുന്നതിനും അവരുടെ കലാപരമായിട്ടും അവരുടെ വസ്ത്രധാരണത്തിലുമുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും മാത്രമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവിധ കോൺട്രാവേഴ്സികൾക്കും യാതൊരുവിധ പ്രസക്തിയുമില്ല. എന്നാൽ പെൺവാണിഭങ്ങളുടെയും പീഡനങ്ങളുടെയും വാർത്തകൾ ദിനേന വർദ്ധിക്കവേ തന്നെ സ്ത്രീയെ പ്രദർശന വസ്തുവാക്കുന്ന രീതിയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെതിരെ യൂത്ത് ഇന്ത്യ, പ്രേരണ തുടങ്ങിയ സംഘടനകളും ചില സാമൂഹിക പ്രവർത്തകരും പ്രതിഷേധ സ്വരവുമായി രംഗത്തെത്തി. ഈ സൗന്ദര്യ മത്സരം ആര് എന്തു പറഞ്ഞാലും സൗന്ദര്യ മത്സരം തന്നെയാണ്. ഇതിലൂടെ തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് ഈ പൊതുസമൂഹത്തിന് ഇവർ നൽകുന്നത്. വലിയ സുന്ദരിയായ ഒരുവളെ കണ്ടെത്തുകയും അവളുടെ ശരീര അവയവങ്ങളുടെ അളവുകളെക്കുറിച്ചും മറ്റും കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുകയും അതിലേക്ക് ആളുകളെ ആദ്യം തന്നെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ഗ്രൂമിംഗ് എന്ന് പറയുന്ന വളരെ സവിശേഷമായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഈ ചെയ്യുന്നവർ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുഃഖകരമായ സത്യം. 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള വനിതകൾക്കായി നടത്തിയ മിസ് മലയാളി ബഹ്റൈൻ മത്സരത്തിൽ 12 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.